വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഫിലിമോഗ്രഫി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, സീരിയൽസ് പറയാനാണെങ്കിൽ കുറേ സീരിയൽസ് അഭിനയിച്ചിട്ടുണ്ട്. 1993 അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശരത്തേട്ടൻ. ശരത്തേട്ടൻ, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? ദൈവസഹായം ഇങ്ങനെ പോകുന്നു. 32 വർഷമായി എന്ന് നമ്മളിപ്പോ സംസാരിച്ചപ്പോ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. പക്ഷെ ചേട്ടാ ഒരു മാറ്റം ഇല്ലല്ലോ. എന്താണ് ഇങ്ങനെ യങ് ആയിട്ടിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. തല നരച്ചു കഴിഞ്ഞാൽ കളർ അടിക്കും. നരയ്ക്കുന്നുണ്ടോ? പിന്നെ ആണോ? ഓക്കെ. അതുകൊണ്ട് പിന്നെ ഇത് താടി വയ്ക്കാത്തത്, മീശ വയ്ക്കാത്തത് നര പുറത്തറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഷേവ് ചെയ്ത് രഹസ്യങ്ങളൊക്കെ എന്തിനാ ഞാൻ വെറുതെ പരസ്യമാക്കുന്നു. എല്ലാം പുറത്ത് പറഞ്ഞു. കുറച്ച് എക്സസൈസും കാര്യങ്ങളും. അതാണ് യങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? ഇങ്ങനെ ഇരിക്കുന്നത് യങ്ങെന്ന് ഞാൻ പറയില്ല, ഞങ്ങൾ പറയുന്നത് യങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ ചേട്ടാ, നമ്മളിപ്പം നമ്മളൊരു എന്താ പറയാ ഒരു ടീനേജിൽ ഒക്കെ നിൽക്കുന്ന സമയത്ത്, ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചേട്ടന്റെ ഏത് വർക്കാ നമുക്ക് ഫെമിലിയർ എന്ന് പറഞ്ഞാൽ വസന്തം പോലെ പാട്ടുണ്ടല്ലോ, ആൽബം ഡ്യൂ ഡ്രോപ്സിൽ കൈരളിയിൽ വരും. അപ്പൊ സ്കൂള് വിട്ട് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഈ ഡ്യൂ ഡ്രോപ്സ് കാണലോ പണി. അപ്പൊ ചേട്ടന്റെ കുറെ ആൽബം സോങ്സ് ഉണ്ട്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ പഴയ ആൽബം സോങ്സ് ഒക്കെ ഈ ട്രെൻഡിങ് പാട്ടുകൾ ഉണ്ടല്ലോ പണ്ടത്തെ, അതിനകത്ത് ഒന്ന് വസന്തം പോലെയാണ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ഒക്കെ ഒരു മെമ്മറി നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടാവും? തീർച്ചയായിട്ടും. അത് ഡയറക്റ്റ് ചെയ്ത് ആരാന്നറിയോ? ആഷിഖ് കബു ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വസന്തം പോലെ എന്നുള്ള ആ പാട്ട് ആളുടെ ഫസ്റ്റ് വർക്ക് അതാണ്. അപ്പോൾ അത് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആള് മഹാരാജാസിൽ പഠിച്ച് എൻ്റെ കസിൻ്റെ കൂടെയൊക്കെ ക്ലാസ്മേറ്റ് ആയിരുന്നു ആഷിഖ് കബു. അപ്പോൾ അങ്ങനെ നമ്മളതിൽ 2 ദിവസത്തെ ഷൂട്ടായിരുന്നു. അഫ്സൽ യൂസഫ് എന്ന് പറഞ്ഞ നല്ലൊരു മ്യൂസീഷ്യനാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അഫ്സലുമായിട്ട് ഞാൻ നല്ല റിലേഷനാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായതാണ്. അപ്പോൾ ആഷിഖ് അബു ആണ് അത് ഡയറക്റ്റ് ചെയ്തതെന്ന് പലർക്കും അറിയത്തില്ല. അതാണ് ആദ്യത്തെ വിശേഷം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ഒക്കെ ആവുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടില്ല. കാരണം അന്ന് അഭിനയിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ റഫ് കാണുമ്പോഴാണ് ഇത്ര ഭംഗിയിൽ നമുക്ക് ആൽബംസ് എടുക്കാം അല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയത് ആ ഒരു ഇതാണ്. മാത്രമല്ല ആ സമയത്ത് ആൽബം സോങ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സ്പേസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതില് ഇപ്പോഴും ആൾക്കാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ആഷിഖിന്റെയും അവരുടെ കഴിവ് തന്നെയാണ്. അതൊരു ഭാഗമാകാൻ പറ്റി, വളരെ സന്തോഷം. അപ്പൊ 32 വർഷം എന്ന് പറഞ്ഞു. അപ്പൊ ഈ 32 വർഷം ഒരുപാട് സിനിമകൾ, ഒരുപാട് സീരിയലുകൾ. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ജേർണിയിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന മുഖങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രേക്ഷകരോടാണ്. കാരണം വെച്ചാൽ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ഒരു താല്പര്യം ഒരു അഭിനേതാവിന് ഇല്ലെങ്കിൽ ചാനലുകാർക്ക് നമ്മളോട് സ്നേഹം തോന്നില്ല. പിന്നെ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സിനോടും പ്രൊഡ്യൂസേഴ്സിനോടും സ്ക്രിപ്റ്റ് എല്ലാ ടെക്നീഷ്യൻസിനോടുമാണ് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത്. കാരണം കഴിയുന്നതും ഇപ്പോൾ എനിക്ക് പുതിയ തലമുറയിലുള്ള ആൾക്കാരോടും പറയാനുള്ളത് തന്നെ, നമുക്ക് ഓരോ വർക്ക് കിട്ടുന്നതും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി വേണം സ്വീകരിക്കാൻ. കാരണം എത്ര ഉയർച്ചയിലാണെങ്കിലും 2-3 സിനിമ മതി നമുക്ക് താഴെ ഇല്ലാതാവാനും. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ആണെങ്കിലും ശരി, പിന്നെ നമുക്കൊരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് അതിനെ മനോഹരമാക്കാൻ നമ്മളെ ലൈഫ് എക്സ്പീരിയൻസും കൂടി നമ്മളതിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം തോന്നുമ്പോൾ എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എനിക്ക്. അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ വിഷമം ഉണ്ടാവുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും? വിഷമം വെച്ചാൽ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഭയങ്കര ദുഃഖിക്കാൻ പറ്റുന്ന അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിളിച്ചൊരു വേഷത്തിന് പ്രത്യേകിച്ച് പെട്ടെന്ന് മാറുമ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെ അല്ലാതെ വേറെ വലിയ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ഒരു വലിയൊരു ലോങ് ഹിസ്റ്ററി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മളൊരു സിനിമ ചെയ്യുന്നത്, സീരിയൽ ചെയ്യുന്നതും ഇറ്റ്സ് എ ഹിസ്റ്ററി. എത്ര കാലം കഴിഞ്ഞാലും അതവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എൻഡ് ഓഫ് ദ ഡേ ഒരു കണ്ടംപ്റ്റ് ഫീൽ തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാവില്ല. ഇല്ല. കാരണം നല്ലൊരു അഭിനേതാവിനാണെങ്കിലും ഇനിയും പുതിയ ക്യാരക്ടേഴ്സ് ചെയ്യാനും പുതിയ ജീവിതാനുഭവങ്ങളിലൂടെ പോകാനും ഒക്കെ വളരെയധികം താല്പര്യം കാണും. ഇപ്പം ഞാൻ സിനിമയിൽ വന്ന സമയത്തുള്ള സാമൂഹ്യ ഒരു സ്ഥിതിയല്ല ഇന്നത്തെ കാലത്ത്. ഇന്നത്തെ ന്യൂ ജെൻ ആണെങ്കിലും ജെൻസീസ് ആണെങ്കിലും അപ്പോൾ അവരുടെ ലൈഫിൽ എന്തായിരിക്കും, അവർക്ക് എന്തൊക്കെയാണ് കഥകൾ പറയാനുണ്ടാവുക, അവരുടെ ലൈഫിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, അതിലെനിക്ക് എങ്ങനെ ഒരു കഥാപാത്രമായി മാറാൻ സാധിക്കും എന്നുള്ളൊരു ആഗ്രഹം അത് ഏതൊരു അഭിനേതാവിനോ അല്ലെങ്കിൽ അഭിനേത്രിക്കോ വേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ മുരടിച്ചു പോകും. അപ്പോൾ ആ ഒരു യൂത്ത്ഫുൾനെസ് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ ശ്രീനിധി പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് റീൽ ചെയ്യണത്, എനിക്കൊരു ആഗ്രഹമാണ്. നമുക്ക് അതൊരു
എനിക്കൊരു സന്തോഷമാണ്. കാരണം ആ പുതിയ ജനറേഷൻ്റെ കൂടെ നമ്മളും ഒന്ന് ഒത്തുകൂടുക. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും ഞാൻ നിൽക്കാറില്ല. കാരണം ആവശ്യമുള്ളവർ മാത്രം എന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫേസ്ബുക്ക് ആണെങ്കിലും ശരി, ഇൻസ്റ്റ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ഈ റീൽ എടുക്കാനുള്ള ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാ ചേട്ടൻ നേരത്തെ ഇരുന്നതൊക്കെ ഡയലോഗ് ഏതാ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോഴത്തെ ട്രെൻഡിങ് ഒക്കെ കണ്ടുപിടിച്ച് വെച്ച് അങ്ങനെയാണോ? അങ്ങനെയല്ല, എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നണം. ചിലപ്പോൾ 2, 5, 6 റീലൊക്കെ അടുപ്പിച്ചിട്ടിട്ട് ചിലപ്പോൾ ഒരു 2 മാസത്തേക്ക് പിന്നെ അനക്കം ഉണ്ടാവില്ല എനിക്ക്. ഞാൻ അങ്ങനെയാണ്. കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. എനിക്ക് തോന്നുന്ന വിഷയം, എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണെങ്കിലായിരിക്കും ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അത് ആ സമയത്ത് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഉറക്കമുള്ള സമയത്ത് അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. വീട്ടിലിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, ചേട്ടൻ ഫസ്റ്റ് വന്ന സമയത്തുള്ള സാഹചര്യങ്ങളല്ല ഇപ്പോ. ഇപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കല്ലേ. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ആയാലേ നമ്മളെ ആൾക്കാർ അറിയൂ എന്നുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഈ റീലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ എന്തെങ്കിലും ഉണ്ടോ? അതായത് ലൈം ലൈറ്റിൽ നമ്മൾ നിൽക്കുക എന്നൊരു സാധനം ഇല്ല, അതല്ല എൻ്റെ മെയിൻ. എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് പറയുക. അതിൽ ഞാൻ ആദ്യം തുടങ്ങിയത് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ്. കാരണം ഒരു രസം, നമുക്ക് അവരായിട്ട് ഇപ്പോൾ ഫോൺ ഡയറക്റ്റ്ലി വിളിച്ചില്ലെങ്കിലും നമ്മുടെ ചില പാട്ടുകളോ അല്ലെങ്കിൽ ചില കുസൃതികളോ ചില കോമഡികളോ ഒക്കെ അവർക്കും കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. ആ ഒരു ഇതോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. പിന്നെയാണ് ഇത് പതുക്കെ 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 ആൾക്കാരുടെ സപ്പോർട്ട് വന്ന് തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നെ രസമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തത്. അല്ലാതെ എനിക്ക് വലിയ രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനോ അതിനൊന്നും ഞാൻ നിൽക്കാറില്ല. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ദേവദൂതൻ റീ റിലീസ് ചെയ്തു. ഗ്രേറ്റ്. അതെ. സോ ആസ് ആൻ ആക്ടർ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള, അതായത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് ചെയ്തു വെച്ച ഒരു സിനിമ. അതിൽ ഏറ്റവും വിഷമം തോന്നിയതെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ പടം ഓടിയില്ല. അതായിരുന്നു നമുക്കുണ്ടായിരുന്ന ഏറ്റവും. കാരണം ഏറ്റവും നല്ല ഡിറക്ഷൻ, ഏറ്റവും നല്ല സ്ക്രിപ്റ്റ്, ഏറ്റവും നല്ല മ്യൂസിക്. ലാലേട്ടൻ്റെ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ ആദ്യം ലൊക്കേഷനിൽ എത്തുമ്പോൾ കാണുന്നത് ലാലേട്ടൻ ജുബ്ബയിട്ട് ആ മെലിഞ്ഞ രൂപത്തിൽ താടിയൊക്കെ നീട്ടി ആ ഒരു ദേവപ്രഭാവത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെ ആദ്യം ലൊക്കേഷനിൽ എത്തുമ്പോൾ കാണുന്നത്. അപ്പോൾ അത്രയധികം അദ്ദേഹം തടി കുറയ്ക്കാനായിട്ടാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഗോതമ്പ് ദോശ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഓരോ 2 ഗോതമ്പ് ദോശയും പിന്നെ പഴം വേവിച്ചതൊക്കെയാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. കാരണം ആ തടി, ആ ക്യാരക്ടർ ആവാൻ വേണ്ടി അദ്ദേഹം എടുത്ത ആ ഒരു സ്ട്രഗിൾ ഞാൻ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് ഫ്ലാഷ് ബാക്കിൽ വേറെ കുറച്ച് സീക്വൻസ് ഉണ്ടായിരുന്നു. അതിൽ അത് പുതിയ വേർഷനിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. അപ്പോൾ അതിനു വേണ്ടി തടി കൂട്ടലും, അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അദ്ദേഹം ചെയ്തത് എല്ലാവരും. എന്നിട്ട് അത് തിയേറ്ററിൽ ഓടാതിരുന്നപ്പോൾ വളരെയധികം വിഷമം തോന്നി. പക്ഷെ അതൊക്കെ ഇത്രയും കാലത്തിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. ഒരു കൾട്ട് ഫിലിമായിട്ട് അത് മാറി. മോശമാവില്ല. അത് റീ റിലീസ് ചെയ്തപ്പോൾ കറക്റ്റ് അത് അന്നത്തെക്കാളും ഹിറ്റായിട്ടായിരുന്നു രണ്ടാമത് ഓടിയത്. അത് വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് ടു കേരള പീപ്പിൾ, ഫിലിം ലവേഴ്സ്. കട്ട് ചെയ്ത് കുറച്ച് പോർഷൻ പോയതിൽ സങ്കടമുണ്ടോ? ഇല്ല, ഇപ്പൊ സങ്കടമില്ല. കാരണം അതിലുണ്ടായിരുന്നത് ജഗതി ചേട്ടനായിരുന്നു. എനിക്കും ജഗതി ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പം അദ്ദേഹത്തിന് ഒട്ടും വയ്യല്ലോ അഭിനയിക്കാനുള്ള. അന്നത്തെ ആ എനർജറ്റിക് രൂപമുള്ള എന്താ പറയുക, ചേട്ടനെ കാണണം എന്നുള്ള, ജഗതി ചേട്ടനെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാരമില്ല, ഇറ്റ്സ് ഫോർ ദ ഫിലിം. അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്.